ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആദ്യം തന്നെ അവലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് മട്ട അവലാണ്. മട്ട അവലില്ലെങ്കിൽ വൈറ്റ് അവലും എടുക്കാം. ഒന്നും കൂടി എനിക്ക് തോന്നുന്നു മട്ട അവലാണ് ടേസ്റ്റ് എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ മട്ട അവലാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഒരു ജാർ എടുക്കുക. ജാറിലേക്ക് ഒരു 2 പഴം ചേർത്ത് കൊടുക്കാം. 2 പഴം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിലിപ്പിനോ പഴമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ ചെറുപഴമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. പാളയംകുടം പഴമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി മധുരമായാലും അത് കുടിക്കുമ്പോൾ ഭയങ്കര മട്ടിപ്പ് വരും. അപ്പം മധുരം ശരിക്കും കുറച്ചിടണം തന്നെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഇഷ്ടമാണെങ്കിൽ 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ ഗ്ലാസ് എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ അവൽ, വറുത്ത അവൽ ഇട്ട് കൊടുക്കുക. ഇനി അടിച്ചു വെച്ച മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി നിറച്ചൊഴിക്കണ്ട. ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് അവലും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടി 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇല്ലാത്ത വെച്ച് കൊടുക്കേണ്ട, ഒന്നും നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അവൽ മിൽക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മിൽക്കാണ് അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നന്ദി.